ഹലോ ഗൈസ്, അൽ ഇടുക്കിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു വന്നത്. അപ്പോൾ രാത്രി വന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് നമ്മൾ രാത്രി വീഡിയോ എടുത്ത ഒരു 3-4 മിനിറ്റ് വീഡിയോ എടുത്തുള്ളൂ. നമ്മളൊന്ന് ഇടുക്കിയൊന്നും കാണിച്ചിരുന്നില്ല. നിങ്ങൾ കണ്ടതെല്ലാം ഇരുട്ടാണ്. ഇപ്പം നമ്മൾ ഇന്നലെ ഇരുട്ടത്ത് കാണിച്ചിരുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വിളിച്ചത് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഇടുക്കിയിലെ എല്ലാം നമ്മൾ കാണിച്ചു തരും. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ മറയൂർ പ്രദേശം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. അപ്പം രാവിലെ ഫുഡൊക്കെ കഴിച്ചു. തണുത്ത വെള്ളത്തിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കാറ്റടിയുണ്ട്. പക്ഷെ മഴയൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ ഭയങ്കര മഴയാണ്, ഇവിടെ മഴയൊന്നുമില്ല. ഇപ്പം നമ്മൾ നേരെ ഇവിടെ മൊത്തം ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് ഇപ്പം അവൻ്റെ വീട്ടിലത്തെ പറമ്പിൽ ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ പറമ്പെന്ന് വെച്ചാൽ വീടിൻ്റെ മുറ്റത്ത് തന്നെ. അത് വീട് കാണിച്ചു തരാം. ഇതാണ് അവൻ്റെ വീട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് നമ്മൾ മുറ്റം അവർ കൃഷി ചെയ്യണ സ്ഥലം. ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവർ നട്ട് വളർത്തുന്ന ചെടികളാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മാവ് അങ്ങനത്തെ ചെറിയ ചെറിയ ഇത് വളർത്തില്ലേ, അതേപോലെ ഇവർ നട്ട് വളർത്തുന്ന എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഓറഞ്ച്, ആപ്പിള്, പിന്നെ മറ്റേ പേരെന്തായിരുന്നു? ബ്ലംസ് ഒക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മരം, ബ്ലംസ്. ഇത് ആപ്പിള്, ഇത് ഓറഞ്ച്. ഇവർ നട്ട് വളർത്തണതാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് മരം തന്നെ കാണാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൃഷി ചെയ്യണ ആദ്യം പോയി നിൽക്കേണ്ടി വരും. പക്ഷെ ഇവരൊക്കെ ഇവരുടെ മുറ്റത്ത് വെറുതെ ഒരു വിഷം പോലും കൊടുക്കാണ്ടാണെന്ന് വെച്ചാൽ വിഷം ചേർക്കാണ്ട് മരുന്നടിക്കാണ്ട് വേറെ നട്ടു വെക്കും. അങ്ങ് വളർന്ന് വന്നോളും. ഒരു മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയാണ് ഇവർ നട്ടു വളർത്തണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുണ്ട് കാരണം കാണിച്ചു തരാം. അപ്പം കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇവിടുത്തെ ഇപ്പോൾ ഭയങ്കര വെള്ളമെന്നാണ് പറഞ്ഞത്. വെള്ളച്ചാട്ടം കാണാൻ സുധാറിൻ്റെ അമ്മയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതേ ബാക്കി പറയണ സുധാറിൻ്റെ അമ്മ. ഭയങ്കര നാണാണ് ക്യാമറേനെ ഫേസ് ചെയ്യാൻ. ഭയങ്കര ഒരു ആൾക്ക് ഭയങ്കര നാണാണ്. എന്നാലും ആൾ അതാണ് വരാത്തത് മുന്നോട്ട്. ഇപ്പം അവൻ എവിടെയോ അവൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനുണ്ടാവും പോയേക്ക്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അതുവരെ അമ്മ ഭയങ്കര നമ്മളോട് ഭയങ്കര ഒരു ചില്ലായിട്ട് നിൽക്കണത്. അമ്മയാണ് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെ കാണിച്ചു തരണത്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തോട്ട് കാണിച്ചു തരാം. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോകണ വഴിയാണ് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഒന്ന് കാല് തന്നെയാ പല്ല് പോണ വഴിയാണ് കാണിച്ചു തരാം. ഇതാണ് വഴി. ഇപ്പോൾ അവനും വന്നു, സുധാകറും വന്നു. പിന്നെ നമ്മൾ താഴെ വന്നത് കുറേ പേര് കുളി കഴിഞ്ഞിട്ട് കയറി വരുന്നവരുണ്ട്. നമ്മൾ നേരെ പോയിട്ട് കാണിക്കാം. അല്ല ഇപ്പം ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ വീഴും ഗൈസ്. ഞാനൊരു മരം കാണിച്ചു തരാം. മരം അങ്ങനെ ഒരു പറയണം ഇവിടെ. ഇതാണ് ആ മരം. ഒരു കിട്ടിയ സ്ഥലമാണ്. ഇതുണ്ട് ഇവിടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ നമ്മൾ കിണർ കുത്തി മോട്ടർ അടിച്ചില്ലേ വെള്ളം കിട്ടണം. ഇവിടെയൊക്കെ വെള്ളം എടുക്കണം ഇങ്ങനെയാണ്. ഇതിലൊരു പൈപ്പ് ഇട്ടുണ്ടാവും. ഈ പൈപ്പ് നേരെ എന്ന് ആ വീട്ടിലോട്ട് അയക്കും. എന്ന് വെച്ചാൽ ഇവർ വെള്ളം മോട്ടർ അടിച്ച് കയറ്റേണ്ട ആവശ്യമില്ല. വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ കറണ്ടിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതാണ് മരം. ഇവിടുത്തെ സംവിധാനങ്ങൾ കണ്ടില്ലേ? ഇതാണ് സുധാകർ. ചക്ക നമുക്ക് എല്ലാം കാണിച്ചതെന്ന് പറഞ്ഞേക്കണേ. നമുക്ക് നേരെ പോവാം. വഴി മൊത്തം കല്ലും മൊത്തം ഇതായി ഇരിക്കുക. അപ്പം നമ്മൾ പോവാം. ഇവിടെ വന്നതുകൊണ്ടോ ഓരോരുത്തരും വരണം. ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരിങ്ങനെ നടന്നുണ്ടോ. അവരൊക്കെ കാറിലാണ് വന്നേ. നമ്മൾ ബസ്സിന് വന്ന് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണത്. കണ്ടിതാണ് വഴി. വെള്ളം കണ്ടോ? ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറയണ. ഊളകൾ എന്നെ പറ്റിക്കാൻ നോക്കണ എനിക്കറിയാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. ദൈവമേ, വീണ് കഴിഞ്ഞാൽ ക്യാമറ എല്ലാം പോയി. വെള്ളച്ചാട്ടം വെള്ളത്തിന് ഒടുക്കത്തതാണ്. പൈസ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലാണ് തണുപ്പ്. ദൈവമേ. അപ്പം നമുക്ക് അവൻ്റെ അമ്മയാണ് കൊല സ്പീഡാ. ഈ കുന്നും ഇതൊക്കെ ചാടി മറിഞ്ഞ് ഓടി നടക്കാള്. എനിക്കൊക്കെ ഇപ്പോഴേ കാര്യം എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ പിന്നെ ശീലമുണ്ടെന്ന് പറയാം. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണ്ടാവും അല്ലേ? കിട്ടിയിട്ടാണ് വെച്ചാൽ വാട്ടർഫോൾസിൽ നിന്ന് വരണതായിരിക്കും വെള്ളം. കണ്ടാ ഇതാണ് ഇവിടുത്തെ കണ്ട മരങ്ങളെ കാട്ടിനുള്ളിൽ കൂടെ ആണ് റൈഡ്. കാട്ടിനുള്ളിൽ കൂടെ പോയിട്ട് വേണം ആ ഫോൾസിലോട്ട് താൻ തിരിച്ചു വരുമ്പോൾ ഞാനൊരു വ്യൂ പോയിന്റ് കാണിച്ചു തരാം. അങ്ങോട്ട് വരുമ്പോൾ കണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ എടുത്ത വീഡിയോ ശരിയായില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുക്കണം. ഇപ്പോൾ എടുത്തിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫുള്ള് ചെളിയാണ്ട, ഫുള്ള് വെള്ളം വേണ്ട, ചെളിയായില്ല, തെന്നി വീഴും. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. വഴിയൊക്കെ കണ്ടില്ലേ ഗൈസ്? നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. വെള്ളം മാത്രം ഭയങ്കര കാറ്റുണ്ട്.
പിന്നെ ഈ വഴിയൊക്കെ രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ വലിയ 4 സ്റ്റാർ ഒന്നും ഇല്ല, എന്ന് വെച്ചാൽ ക്ലോസിംഗ് ഒന്നും ഇല്ല. നമ്മൾ തന്നെ വരാണ്ടിരിക്കുക. വന്ന ആനയൊക്കെ ഉണ്ട്. ഇതാണ് വാട്ടർഫോൾസ് പറഞ്ഞത്. കുറച്ചുണ്ട് കാണിച്ചു തരാം, അടിയിലോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഭയങ്കര തിരക്കാം. പിന്നെ ഇവൻ ഒരു ഗൈഡിനെ പോലാണ് എന്നെ കൊണ്ടു നടക്കണത് ഇപ്പോൾ. പിന്നെ അവർക്ക് 2 റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് കാണണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പം അവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. താമസിച്ച് അവരെന്നെ എല്ലാം കാണിച്ചു തരും. ഇങ്ങനെയാണ് പോണേ. നമ്മളിപ്പം ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വ്യൂ പോയിന്റിലോട്ട് വേണം. ബ്രഹ്മരം വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റ് പറയുമ്പോൾ കാട് വഴി വേണം. കാട്ടിൽ എല്ലാവരും പറഞ്ഞു ആനയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് പോണേ. ആ വഴി പോയിട്ട് വ്യൂ പോയിന്റ് എത്തിയിട്ട് വ്യൂ പോയിന്റ് ആണ് ഞാൻ കാണിച്ച വ്യൂ പോയിന്റ്. ഇപ്പോൾ മൊത്തം മരം. അവൻ്റെ അമ്മ അവിടെ നിന്ന് അവർക്കൊരു ചായക്കടയുണ്ട്. അവരുടെ കസിൻസ് അടുത്താണ്. അപ്പോൾ ചായക്കട തന്നെ നിന്നു. ഇനി നമ്മൾ ഈ കാട് വഴി സഞ്ചരിച്ച് ആരും വരണില്ല വഴി. അപ്പോൾ ഈ കാട് വഴി നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനൊന്നാ ഓട്ട് അത്ര ഞാനൊന്നാ വീടെടുത്തായിരിക്കും. ഞാനെന്നെ കണ്ടല്ലോ, ഞാൻ കാണിച്ചു. ഓ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് കാണിച്ചേ. ഇതാണ് ഗൈസ് വ്യൂ പോയിന്റ്. ഇതൊന്നും അല്ല ടൈം പോകണം. അടുത്ത അടിപൊളി വ്യൂ പോയിന്റാ. ആ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ് നമ്മൾ പോണത്. ഇത് അവൻ്റെ കസിനാണ്, അവൻ്റെ അനിയൻ. അവിടെ ഹായ് കൊടുക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പോണ വഴി തെന്നി വീണാ തീർന്നു. പിന്നെ താഴെ എത്തി പീസായി. നമ്മൾ താഴോട്ട് പോകണം. കഴിച്ച് നമ്മളങ്ങനെ കാട്ടിലൂടെ എത്തിയിരിക്കണമെന്ന് കാടെത്താം. കാട്ടിനുള്ളിൽ ഞാനിപ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. ഈ വഴി ഉണ്ടോ? ഈ വഴിയിൽ ഒരു വഴി ഇറങ്ങണുണ്ടോ? ആ വഴി ഇപ്പോൾ ആന എങ്ങാണ്ട് ഇറങ്ങി, ഇന്നലെ രാത്രി എങ്ങാണ്ടെന്ന് തോന്നുന്നു. ആന ഇറങ്ങിപ്പോയിട്ട് മറ്റേ ആ ഒരു ആന പോയിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ പാട്, അതാണ് സംഭവം. ഇപ്പം പിന്നെ ഇനിയിപ്പോൾ വല്ല ആന കാണാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം, മേലെ കയറി പോയിട്ട് നോക്കാം. ഇതാണ് വഴി. എന്നെ വലിഞ്ഞ് വരണം. താഴോട്ടുണ്ടോ? ഞാൻ 4 രൂപ വന്നിരുന്നത്. നമ്മൾ ഇനി പോകണം. തിരിച്ചു നമ്മൾ ഇവിടെ ആയിക്കില്ല. തിരിച്ചു നമ്മൾ റോട്ടിൽ കൂടെ പോയിട്ട് വേണം അടുത്ത. എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ചുകൂടെ കറങ്ങണം. 5 കിലോമീറ്റർ എക്സ്ട്രാ റോഡ് വേണം. പക്ഷേ ഈ വീട് വെച്ചാൽ ടാസ്ക് ആയിരിക്കും. മഴയുടെ വഴിക്കായിരിക്കും. ഇവിടെ വെള്ളം വീഴും. ഇതൊക്കെ ഒരു വെള്ളച്ചാട്ടം വലിയ വെള്ളം ഒഴിക്കൊണ്ട് വരും. പിന്നെ വരാൻ പറ്റില്ല. പിന്നെ മേലോട്ട് വേണം. നമ്മൾ ഇപ്പം എത്തി മുഴുവൻ ജീപ്പോടെ വന്ന് ടൂറിസ്റ്റ് വന്ന് അവരൊക്കെ റോഡ് വഴി നമ്മൾ കാട് വഴി വന്നു. അപ്പോൾ അവിടെ ഇതുണ്ടോ? അവിടെ ഉണ്ട് ട്രീ ഹൗസ്. അതിന് അതന്നെ പറഞ്ഞേ, ട്രീ ഹൗസ്. അതാ ഈ ശ്വാസം മുട്ടിയിട്ട് നമ്മൾ നേരെ അതിൻ്റെ മണ്ടയ്ക്ക് വരണം. ഇവിടെ മൊത്തം ടൂറിസ്റ്റ്. ഇതുണ്ടോ? ഇത് ഈ ഒരു മരത്തിൻ്റെ മുകളിലുള്ള വീട്ടിൽ കയറണം. പിന്നെ നമ്മളിങ്ങനെ മറ്റേ മേൽ ആ മരത്തിനുള്ള വീടില്ലേ, അതിൻ്റെ മണ്ടയ്ക്ക് പോകണം. എന്താ ഇതാണ് വീട്. നമ്മൾ വീട്ടിൽ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ നേരെ എൻ്റെ മണ്ടക്കീറാണ്. അയ്യോ അടിവശത്തോട് പോയി കഴിഞ്ഞാൽ വീഴുന്നൊരു പേടി. നോക്ക്, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണ വരില്ല. വീട് കഴിഞ്ഞാൽ മൂഞ്ചി. അയ്യോ ഇതാണ്. ഇതണ്ട എല്ലാം വെറുതെ സെറ്റിങ്സ്. അവർ മേലെ 7 പേരുണ്ട്. അതാണ് കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാം. അവർക്ക് പോയി വീട്ടിൽ. അയ്യോ അവർക്ക് താഴെ ഇറങ്ങി. ഇനി നമ്മൾ കയറുമ്പോൾ മേൽപ്പം ആരുമില്ല. താഴെ നിന്ന് കുറേ പേര് കാണാനുണ്ട്. അവരൊക്കെ ഇറങ്ങി ചെന്നിട്ടാണ് കയറാൻ. നമ്മൾ രണ്ടും മാത്രം കൊടുക്കും. നേരെ മുന്നോട്ടോ. ഭയങ്കര ആട്ടം. കാശ് ഭയങ്കര ആട്ടുണ്ട്. മരത്തിന് മരം ഇടുമ്പോൾ ഈ ഇതും കിടന്നാണ് കുനിഞ്ഞൊക്കെ കയറണം. എൻ്റെ ക്രിയേറ്റിവിറ്റി നോക്കട്ടെ. ഇനി വേണ്ടി അയ്യോ അയ്യോ നൈസ് നൈസ്. നമ്മളിവിടെ 2 കൂടെ ഉണ്ട്. അവന്മാരാണ് കയറി വരുന്നുണ്ട്. എന്തിറങ്ങണേ? പേടി. അവന് പേടി. ഇവിടെ ഈ ഫ്ലവേഴ്സ് കൃഷി ഇതാണ് ഇവിടുത്തെ ചെടി കൃഷി. ഓരോ റൈഡിലാണ് ടൂറിസ്റ്റുകൾ പോകുന്നതും എല്ലാം ഇവിടെ നിന്ന് പക്കയായിട്ട് കാണാം. ഇനി അവിടെ ഒരു വേറെ ഉണ്ട്, പക്ഷെ അത് ചെറുത് ഇതിനേക്കാളും. അപ്പോൾ ഇത് കയറുന്നതിന് അടിപൊളി. ഒരു
7 പേർക്കുള്ളിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയിൽ വെച്ചിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഗായ്സ് നമ്മളതിനെ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവാണ്. ഏർമാടത്തിൽ നിന്ന് ഇറങ്ങി ഇനി വ്യൂ പോയിന്റിലോട്ടാണ്. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റാണ്. നമ്മൾ വന്നത് ഇപ്പോൾ അവിടെ നിന്നാണ്. ഇനി വ്യൂ പോയിന്റിലെത്തിയിട്ട് വ്യൂ പോയിന്റ് കാണിച്ചു തരാം. നമ്മൾ വ്യൂ പോയിന്റ് എത്തി. വ്യൂ പോയിന്റ് കാണിച്ചു തരാവേ, ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് വ്യൂ പോയിന്റ്. ഇത് വ്യൂ പോയിന്റ് കുറച്ചുകൂടെ ഉള്ളോട്ട് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ ട്രാവൽ വ്ളോഗർ അല്ല, ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. ഞാൻ പിന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവൻ കാണിച്ചു തരുന്ന സ്ഥലങ്ങളെ കാണിച്ചു തരുന്നത് മാത്രം. ഇപ്പം വ്യൂ കാണിച്ചു തരാവേ. നമ്മളെ ഇവനാണ് ഞാൻ ഉദ്ദേശിച്ച സുധാകർ. ഇവനിവിടെ 2 റിസോർട്ടുണ്ട്. 2 റിസോർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ താമസിക്കാം. ഞാൻ അതിനുള്ള നമ്പർ ഞാൻ അടി കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവർ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവർ എല്ലാ സ്ഥലവും ഇവിടെ ജീപ്പിൽ സെറ്റ് ചെയ്ത് തരും. ജീപ്പിൽ എത്ര 2500 മാത്രമേ ഉള്ളൂ റേറ്റ്. എന്ന് വെച്ചാൽ 3-4 വ്യൂ പോയിന്റ് ഒരുമിച്ച് കാണിച്ചു തരും. ഒരു വാട്ടർഫോൾസ് എല്ലാം കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ അടി കൊടുത്തിട്ടുണ്ടാവും. വരികയാണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇത് ഒരു ഒറ്റ പേഴ്സൺ എന്നല്ല, ഒരു ജീപ്പിലേക്ക് ഒരു 7 പേർക്ക് പറ്റും. ആ 7 പേർക്കാണെങ്കിൽ ഹാഫ് ഡേ 2500, ഫുൾ ഡേ ആണെങ്കിൽ 4000 രൂപയാണ് പറയണത്. അപ്പം ഇവിടെ വരികയാണെങ്കിൽ ഫുൾ സെറ്റ് ചെയ്തിരിക്കും ഇവർ. ഈ നമ്പറിൽ ഡീൽ ചെയ്താൽ നിങ്ങൾക്ക് താമസം എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ വരികയാണെങ്കിൽ എല്ലാവരും എന്തായാലും കോൺടാക്ട് ചെയ്യാൻ അടി നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡിങ് എത്തി. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നാളെ ഇപ്പം തന്നെ ഇവിടെ സമയം 3 മണിയായി. ഇവിടെ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാലാവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. ഫുഡ് കഴിക്കുന്നു, കിടക്കണു, വയ്യാണ്ടായി, കാല് വയ്യ. അവന്മാർക്കൊന്നും പിന്നെ കുഴപ്പമില്ല. അവന്മാർക്ക് 2 പേർക്കും മാത്രം, ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് കാല് വേദനയുണ്ട്. കാരണം ഈ മല കയറി ഇറങ്ങിയല്ലേ. ഇറങ്ങാൻ നമ്മളവിടെ സിറ്റി നടന്നത് പെട്ടെന്ന് ഇവിടെ വന്ന് കയറുമ്പോൾ ഒരു വേദനയുണ്ട് കാലുമേ. അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.